ഞാനിവിടെ മട്ടൻ കറിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ കറിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ കറുവയില, വറ്റൽമുളക്, പട്ട, ഗ്രാമ്പു, പെരുംജീരകം, ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പൊടി നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഒരു പീസ് ഇഞ്ചിയും 3 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി മട്ടൻ വേവിക്കാം. അതിനായി ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കിലോ മട്ടൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മട്ടൻ വേവിക്കാം. മട്ടന് ചിക്കനേക്കാൾ വേവ് കൂടുതലാണ്. അതിനാൽ 4-5 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. മട്ടൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാലയും 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മട്ടന്റെ ഗ്രേവി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച മട്ടനും ചേർത്ത് കൊടുക്കാം. മട്ടൻ കറി തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.